ഹായ് അസ്സാം വലൈക്കും ഗായ്സ്. ഞാൻ ഇന്ന് ഇവിടെ മുട്ട സുർക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 5-6 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ പഞ്ചസാര, ഏലക്ക ഒരു 5-6 പൊടിച്ചത്, പഞ്ചസാര വേണം. നല്ല മധുരമാണെങ്കിൽ നല്ല പഞ്ചസാര നല്ലോണം ഇടുക, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇന്ന് നമുക്കൊരു മുട്ട സുർക്ക ഉണ്ടാക്കാം. മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്ക ചതച്ചിടാം, പഞ്ചസാര ഇടാം. ഇതിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഏലക്ക പൊടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് കണ്ടൻസ് മിൽക്ക് ഇടുന്നുണ്ട്, മധുരത്തിന് ആവശ്യമുള്ള മധുരവും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ബീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആവിയിൽ ഇത് പുഴുങ്ങിയാണ് എടുക്കേണ്ടത്. ഞാനൊരു ഇത്തിരി കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു കട്ടിയാവാനാണ് അത് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വളവളാന്ന് ഇങ്ങനെ കിടക്കും. ഒരിത്തിരി കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ഇടണോന്ന് ഞാൻ. ഇത്തിരി നെയ്യ് തടവ, അല്ലെങ്കിൽ ബട്ടർ, ഇതൊക്കെ തടവിയിട്ട് നമുക്ക് ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കണത്. ഇതുപോലെ പാത്രത്തിലാക്കി എണ്ണ തടവി ഇടിയപ്പച്ചമ്പിൽ വെച്ച് ആവി കയറ്റിയിട്ട് ഇനി ഉണ്ടാക്കിയിട്ട് വരാം. അത് ആവി കയറി വേവണവരെ നമുക്കൊരു ഇത് കണ്ട ചക്ക കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ക്ലീനാക്കി റെഡിയാക്കി വെച്ചേക്കണം. നല്ല വരിക്ക ചക്ക. ആർക്കെങ്കിലും വേണോ? എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ, ബീത. അവൾക്ക് ഒരുപാട് താങ്ക്സ്. എനിക്കിപ്പോൾ ഇവിടെ കിട്ടാനില്ല. ഞാൻ നട്ടുകൂടാതെ ചക്കയൊക്കെ ഉണ്ട്, പ്ലാവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഇപ്പോൾ എനിക്ക് തിന്നാനുള്ള ഭാഗ്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ കിട്ടി. ഞാൻ നന്നാക്കിയൊക്കെ വെച്ച് ഇനി നമുക്ക് ഇത് ഓരോന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇത് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ. നമുക്കിനി ഇത് വെന്തിട്ട് നമുക്ക് കാണാം. നമ്മുടെ മുട്ട സുർക്ക റെഡിയായി. ഒരു ഫ്ലവർ പോലെ അയക്കണം ഉണ്ടാകും. ഇത് നമുക്കിനി കട്ട് ചെയ്ത് ചെറിയ പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ഞങ്ങളുടെ മുട്ട സുർക്ക റെഡി. പിന്നെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് തണുപ്പിച്ചാണെങ്കിലും കഴിക്കാൻ സൂപ്പറാണ്. ചൂടോടെയും കഴിക്കാം, തണുപ്പിച്ചും കഴിക്കാം. മധുരം ഇത്തിരി നല്ലത് കൂടുതലുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. ഷുഗറുള്ളവർക്ക് മധുരം കുറച്ചിട്ടാലും മതി. ഇതിപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് വേണ്ട തിന്നാം. നല്ല അടിപൊളിയാണ്. കുട്ടികൾക്ക് മുട്ട തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെയൊക്കെ ഉണ്ടായി കുട്ടികൾക്ക് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കും. ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.